നീറ്റ് പരീക്ഷാ തട്ടിപ്പും ചോദ്യപേപ്പർ ചോർച്ചയും രാജ്യമെമ്പാടും വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായം കേവലം ഒരു തട്ടിപ്പ് സിസ്റ്റമായി മാറിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രതീക്ഷകളാണ് ഇവിടെ തകരുന്നത്. കണക്കുകൾ പ്രകാരം ഏകദേശം 7.5 കോടിയോളം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചത്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സാധാരണക്കാരായ കുട്ടികളുടെ ഭാവി വെച്ചാണ് ഈ കളി നടക്കുന്നത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലെന്നും ഈ തട്ടിപ്പിന് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പേപ്പർ ചോർച്ച ആവർത്തിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്നാണ് പൊതുവികാരം. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം പ്രതിപക്ഷം ഉറച്ചു നിൽക്കും. പരീക്ഷാ നടത്തിപ്പിൽ പരാജയപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്നും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 152 ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടെന്നും അതിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ അവസാനിപ്പിക്കാൻ എന്നായിരിക്കും ശക്തമായ നിയമങ്ങൾ വരുന്നത്? ചോദ്യപേപ്പർ ചോർച്ച പൂർണ്ണമായും തടയാൻ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.